ഹായ് ഓൾ. ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നൊരു സാധനം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ വളരെ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഈ ഒരു സാധനം എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് കാണിക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് യൂട്യൂബ് ക്രിയേറ്റേഴ്സിനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാനിത് കുറച്ച് ദിവസം മുമ്പ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് അവിടെ ഇങ്ങനെ ഓഫറിൽ കണ്ടിട്ട് വാങ്ങിയതാണ്. അപ്പോൾ വാങ്ങുന്ന സമയത്ത് ഇത്രയും ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ നല്ല യൂസ്ഫുള്ളായി എനിക്കിത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിൻ്റെ ഒരു വീഡിയോ കൂടി ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പുറത്തത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, സെൽഫി സ്റ്റിക്ക് ഇൻ്റഗ്രേറ്റഡ് ട്രൈപോഡ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് നല്ല ബ്രാൻഡഡ് സാധനമൊന്നും അല്ല കേട്ടോ, എന്നാലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു സാധനമാണിത്. ചെറിയൊരു ഇൻസ്ട്രക്ഷനൊക്കെ ഈ ഒരു പേപ്പറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കി നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ വളരെ ചെറിയ ഒരു കുഞ്ഞായിട്ടുള്ളൊരു ട്രൈപോഡാണിത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ കുക്കിംഗ് ചാനലിലൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാവും. അതുപോലെ തന്നെ ഔട്ട്ഡോർ വ്ളോഗൊക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത് ഫോൺ ഇതുപോലെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുന്ന പ്ലേസാണ്. അപ്പോൾ അതിൻ്റെ അകത്തത് ഇതുപോലെ 2 ക്ലിപ്പുണ്ട്. അപ്പോൾ ഈ ക്ലിപ്പ് ഇങ്ങനെ പുറത്തേക്ക് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് വലിച്ച് ഇതിൽ അകത്തേക്ക് ഫോൺ ഇതാക്കി വെക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടൊക്കെ ഇങ്ങനെ ഇത് തിരിച്ച് ഇങ്ങനെ വെക്കാനൊക്കെ പറ്റും. അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും ഇത്. അതിന് ശേഷം നമ്മൾ ഏത് ഇതിലാണോ വീഡിയോ എടുക്കേണ്ടത് അതുപോലെ നമുക്ക് വീഡിയോ ഫോട്ടോസായ എന്ത് വേണമെങ്കിലും എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഇതിൻ്റെത് ഇവിടെ ഒരു ചെറിയ സ്ക്രൂ ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആക്കിയതാണെങ്കിൽ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആക്കാനൊക്കെ പറ്റും. അപ്പോൾ ഏത് ഡയറക്ഷനിലേക്കാണോ നമുക്ക് വേണ്ടത് അവിടെ മൂവ് ആക്കി അതൊന്ന് ഫിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഇതിൻ്റെ താഴെ കാണുന്ന ഈ 3 ഇതായിട്ടുള്ള പ്ലേസ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്താൽ നമുക്കിത് സ്റ്റാൻഡായി ഇതുപോലെ ഇങ്ങനെ സ്റ്റാൻഡ് ആയത് ഇങ്ങനെ നിൽക്കും. പിന്നെ അതുപോലെ ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് വെച്ച് നമുക്ക് വീഡിയോസോ ഫോട്ടോസോ എന്ത് വേണമെങ്കിലും എടുക്കാം. കുക്കിംഗ് ചാനലിലൊക്കെ ആണെങ്കിൽ ഇത് നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാകുന്നുണ്ട്. നമ്മുടെ ഡിഷസൊക്കെ അവിടെ ഇങ്ങനെ വെച്ച് നമുക്ക് പ്ലേസ് ചെയ്ത് അതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഫോണൊക്കെ ഫിക്സ് ചെയ്ത് വീഡിയോസോ ഫോട്ടോസോ എന്ത് വേണമെങ്കിലും നമുക്കിതിങ്ങനെ എടുക്കാം. അങ്ങനെ ഇപ്പോൾ എൻ്റെ ഫോൺ ഞാനിതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും നമുക്കിത് മൂവ് ചെയ്യാൻ പറ്റും. ഇനി സ്റ്റാൻഡ് നമുക്ക് കുറച്ച് ഹൈറ്റിൽ വെക്കണം എന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. ഇതിങ്ങനെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ ഇങ്ങനെ വലിച്ചത് ഇങ്ങനെ എത്രയാണെന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ വെക്കാം. അപ്പോൾ ഇത് നമ്മൾ പുറത്ത് വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെൽഫി സ്റ്റിക്കായിട്ടും അങ്ങനെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ഇതിങ്ങനെ പറ്റും. അപ്പോൾ നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിലൊരു ചെറിയ റിമോട്ട് വരുന്നുണ്ട്. അതിൽ ബ്ലൂടൂത്ത് കണക്റ്റ് ആക്കിയാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ പിടിച്ച സമയത്ത് തന്നെ നമുക്ക് ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും പ്ലേ ചെയ്യാനൊക്കെ ഇതിങ്ങനെ പറ്റും. അപ്പോൾ അത് നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയൊരു സാധനമാണിത്. അപ്പം നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണിത്. ഇതുപോലെ നമുക്കിതിലേക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് ലെങ്ത്തായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം, ഷോർട്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി അതൊന്നും വേണ്ട, ഇതൊരു സ്റ്റാൻഡ് ബേസായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ട്രൈപോഡായിട്ട് തോന്നി എനിക്ക്. അത് ഞാൻ നെസ്റ്റോയിൽ പോയ സമയത്ത് അവിടെ പ്രൊമോഷൻ ഇട്ടതായിരുന്നു ഈ ഒരു ട്രൈപോഡ്. 20 dirhams ആയിരുന്നു ഞാൻ വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ റേറ്റ്. പിന്നെ ഇത് നമുക്ക് പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ബാഗിലൊക്കെ ഇതിങ്ങനെ ക്യാരി ചെയ്ത് പോകാനൊക്കെ പറ്റും. അത്രയ്ക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു കുഞ്ഞ് ട്രൈപോഡാണിത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇത്. ഞാൻ പുറത്ത് പോകുന്ന സമയത്തൊക്കെ ഇത് കൊണ്ടുപോയി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് വാങ്ങിയതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്നൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റായത്. അപ്പോൾ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് വളരെയധികം ഇത് ഹെൽപ്ഫുള്ളായതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.